എല്ലാ മാന്യപ്രേക്ഷകർക്കും ചന്ദ്രലേഖയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മനുഷ്യനായതുകൊണ്ട് മാത്രം നിങ്ങൾ വലിയവനാകുന്നില്ല. നിങ്ങളിൽ മനുഷ്യത്വമുണ്ടാകുമ്പോഴാണ് നിങ്ങൾ വലിയവനാകുന്നത്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിവ. ഈ ചിന്തയോടുകൂടിയാകട്ടെ ഇന്നത്തെ ചന്ദ്രലേഖയുടെ തുടക്കം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ചന്ദ്രലേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രചോദനമായി മാറിയ സ്ത്രീ ജീവിതങ്ങളെ പരിചയപ്പെടുത്തുന്ന പിന്നിലാവ് എന്ന സെഗ്മെന്റാണ് ചന്ദ്രലേഖയിൽ ആദ്യം. അക്കാദമി അവാർഡ് നേടിയ ഇംഗ്ലീഷ് ചലച്ചിത്ര നാടക അഭിനേത്രിയാണ് റേച്ചൽ ഹാന വൈസ്. ദ മമ്മി റിട്ടേൺസ് എന്നീ ചിത്രങ്ങളിലെ ഇവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് റേച്ചൽ വൈസ് ശ്രദ്ധേയയായത്. 2002 ഹ്യൂ ഗ്രാന്റിനൊപ്പം എബൌട്ട് എ ബോയ് എന്ന ഹിറ്റ് ചിത്രത്തിലും ഇവർ അഭിനയിച്ചു. 2005 ദ കോൺസ്റ്റന്റ് ഗാർഡനർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള അക്കാദമി അവാർഡും ലഭിച്ചു. 1970 മാർച്ച് 7 ലണ്ടനിലാണ് റേച്ചൽ ജനിച്ചത്. ഹാംസ്റ്റഡ് ഗാർഡൻ സബർബിലാണ് റേച്ചൽ വളർന്നത്. മാതാവ് ഒരു സൈക്കോ തെറാപ്പിസ്റ്റും പിതാവ് എഞ്ചിനീയറുമായിരുന്നു. ഇന്നത്തെ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധ കൊടുക്കുന്ന ഒന്നാണ് പാരന്റിംഗ്. അടുത്തതായി നമുക്ക് ചന്ദ്രലേഖയുടെ പാരന്റിംഗ് സെഗ്മെന്റായ ഓമനത്തിങ്കൾ കാണാം. കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാത്ത പാരൻസ് ഇല്ല. കുട്ടികൾക്ക് എങ്ങനെ പഠനത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പാരന്റിംഗ് കൺസൾട്ടൻ്റായ ജസീന ബക്കറാണ്. പാരൻസിന് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ളത് കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഇപ്പോൾ പാരൻസൊക്കെ കൂടെ ഇരിക്കാറുണ്ട് കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ. എത്ര പ്രായം വരെ ഇവർക്ക് പാരൻസ് കൂടെ ഇരുന്നാൽ പഠിപ്പിക്കാൻ പറ്റും? ശരിക്കും നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എഡ്യൂക്കേഷൻ ബിഗിൻസ് അറ്റ് ഹോം. കുട്ടികളെ ഏറ്റവും നമ്മൾ ആദ്യം പഠിപ്പിച്ചോണ്ട് വീട്ടിൽ നിന്നാണ് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്, ആൽഫബറ്റ്സ് സംസാരമൊക്കെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നത്. ആ ഒരു സിസ്റ്റം നമ്മൾ ശരിക്കും പറഞ്ഞൊരു 10 വയസ്സ് വരെ, 5th സ്റ്റാൻഡേർഡിലാണെന്ന് വരെ മതി. അത് കഴിഞ്ഞാൽ കുട്ടികളെ ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസ് ചെയ്താൽ മാത്രം മതി. അവർ പഠിക്കുന്ന റൂമിനകത്ത് ഇരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി ശ്രദ്ധിച്ച് നോക്കുക, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കുക മാത്രം മതി. ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞാൽ ഫുൾ ടൈം അവരെ കൂടെ ഇരുന്ന് പഠിക്കണം എന്നില്ല. ബിക്കോസ് ആ ഒരു ഏജ് 10 കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അവർക്കൊരു ഇൻഡിപെൻഡൻസ് കൊടുക്കണം, പഠിക്കാൻ ഇൻഡിപെൻഡൻസ് കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ തന്നെ പഠിത്തം അവരെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളിത് കുറേ കാലം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പേരൻസിന് വേണ്ടിയാണ് പഠിക്കുന്നത്, പേരൻസിന് അറിയാം ഞാൻ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, എത്രത്തോളം എനിക്ക് ഏത് സബ്ജക്റ്റിൽ ഞാൻ സ്ട്രോങ് വീക്ക് എല്ലാം പേരൻസിന് അറിഞ്ഞിരിക്കണം. അപ്പോൾ 5th കഴിഞ്ഞ് ഈ ഒരു ഇൻഡിപെൻഡൻസ് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ റെസ്പോൺസിബിലിറ്റി ആയി. എനിക്ക് ഏത് സബ്ജക്റ്റാണ് ഹോംവർക്ക് ഉള്ളത്, ഏതാണ് നാളെ ടെസ്റ്റ് ഉള്ളത്, ഇങ്ങനെ അവർ തന്നെ പഠിച്ച് തുടങ്ങിക്കോളും. പക്ഷേ പേരൻസിൻ്റെ സൂപ്പർവിഷൻ വേണം ഒരു 7th 8th വരെ. പിന്നെ നമ്മൾ മാർക്സ് നോക്കിയിട്ട് എവിടെയാണ് കൂടുതൽ ഹെൽപ്പ് കൊടുക്കേണ്ടത് മാത്രമുള്ള ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് സപ്പോർട്ടീവായിട്ട് പോയാൽ മാത്രം മതി. അല്ലെങ്കിൽ ഒരു ഇൻ്റർഫിയറൻസ് ആയി തോന്നും, കുട്ടികൾക്ക് തോന്നും അവർക്കൊരു ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് പേരൻസിന് മേലെ ആയിരുന്നു. പേരൻസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഏത് സബ്ജക്റ്റ് പഠിക്കുക, എത്ര മാർക്സ് കിട്ടണമൊക്കെ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഒരു 5th വരെ നമ്മൾ ഫുൾ ഹെൽപ്പ് ചെയ്യുക, പിന്നെ ഒരു സൂപ്പർവിഷൻ റോൾ, പിന്നെ ഒരു സപ്പോർട്ടീവ് റോളിലേക്ക് പേരൻസ് മാറുക. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കോമ്പറ്റീഷൻ. അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികൾ അതിൻ്റെ പ്രഷറിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? വളരെയധികം പ്രഷറൈസ്ഡ് പഠിക്കുന്ന കുട്ടികളാണ് കേരളത്തിലുള്ള കുട്ടികൾ. കാരണം പേരൻസ് ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡാണ്. ഈ കോമ്പറ്റീറ്റീവ് മൈൻഡ് വരുന്നതെന്ന് വെച്ചാൽ കമ്പാരിസണിലൂടെ വരുന്നത്. ആരെങ്കിലും മക്കൾ എത്ര മാർക്സ് വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും മക്കൾ IIT പോയി കാണും, IIM പോയി കാണും, അല്ലെങ്കിൽ പുറത്ത് MIT പോയി കാണും. ഈ കമ്പാരിസൺ വരുമ്പോഴാണ് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്ക് പ്രഷർ വരുന്നത്. അപ്പോൾ അതേപോലെ നമ്മളെ കുട്ടികളാകും കാണാൻ വേണ്ടി ഇവരെ പ്രഷറൈസ് ചെയ്യും. പക്ഷെ ഇവരെ ടാലൻസ് എന്താണ്, ഇവരെ ഇഷ്ടങ്ങൾ എവിടെയാണ്, ഇവരെ വീക്ക്നെസ് എവിടെയും സ്ട്രോങ് എവിടെയെന്ന് അറിയാണ്ടെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് പ്രഷറൈസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത്. മിക്കവാറും കുട്ടികൾ ഇങ്ങനെ വരുന്നത് പ്രഷറിൽ അവർ ബ്രേക്ക് ചെയ്യും. അവർ പ്രഷറിൽ ബ്രേക്ക് ചെയ്ത് കുട്ടികൾക്ക് ചിലപ്പം ഡിപ്രഷനിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ സൂയിസൈഡ് കാണും, കുട്ടികൾ സൂയിസൈഡ് കാണും കേരളത്തിൽ തന്നെയാണ്. അതും കൂടുതൽ കാണുന്നത് ഈ SSLC എക്സാം ടൈം ആണ് കൂടുതൽ കാണുന്നത്. കാരണം പേരൻ്റൽ പ്രഷറിൽ കുട്ടികൾക്ക് അവർക്ക് ആ ഒരു പേരൻസ് സെറ്റ് ചെയ്യുന്നൊരു ഗോള് ഉണ്ടാവും, ഇത്രയും മാർക്സ് വാങ്ങിക്കണം. അത് അവർക്ക് അറിയാം, അവരെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ എക്സാമിൻ്റെ മുമ്പായിരിക്കാം, അല്ലെങ്കിൽ റിസൾട്ട് വരാൻ ടൈമായിരിക്കാം. ഒരു ഡിപ്രഷനിലേക്ക് പോയിട്ട് സൂയിസൈഡ് വരെ എത്തുന്ന സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരൊറ്റ പഠിത്തത്തിൻ്റെ പ്രഷറിൻ്റെ കാര്യം. അപ്പോൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് പ്രഷറിനായെന്ന് മനസ്സിലാക്കാമല്ലോ. പൊതുവേ കാണുന്ന ഒരു പ്രശ്നമുണ്ട്, കുട്ടികൾ ചിലപ്പോൾ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് മാർക്കിൽ അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ അവർ പഠിക്കുന്ന മെത്തേഡ്സിൻ്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു. കറക്റ്റായിട്ടൊരു മെത്തേഡ് ഉണ്ടോ ശരിക്കും നല്ല രീതിയിൽ മാർക്ക്? കറക്റ്റായിട്ടുള്ള എല്ലാവർക്കും കൂടിയുള്ള വൺ സൈസ് ഫിറ്റ്
ഓൾ ഫോർമുല എന്ന് പറയുന്ന മെത്തേഡിൽ ഓരോ കുട്ടികൾക്കും അതിനായിട്ട് പഠിക്കുന്ന മെത്തേഡ് ഉണ്ടാവും. കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, പക്ഷേ എൻ്റെ റിസൾട്ട് കാണുന്നില്ല എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ടോ, അത് അവരിയ്ക്കുക മാത്രമാണോ, ശ്രദ്ധ എവിടെയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവർ റൂമിലിരിക്കുന്നുണ്ടാവും, ടേബിളിലിരിക്കുന്നുണ്ടാവും, ചെയറിലിരുന്ന് ബുക്ക് ഓപ്പൺ ആയിരിക്കും, ചിന്ത വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പിന്നെ കുട്ടികൾ പഠിക്കുന്ന പല മോഡാലിറ്റീസിലാണ്. ചില കുട്ടികൾക്ക് നടന്ന് പഠിക്കാൻ ഇഷ്ടമാണ്, അതൊരു കിനസ്തറ്റിക് ലേണേഴ്സ് നമ്മൾ പറയും. അവർക്ക് എല്ലാത്തിനും ബഹളത്തിൻ്റെ ഇടയ്ക്ക് ചില കുട്ടികൾ ടി വിന് മുമ്പിൽ നിന്ന് പഠിക്കും. ചില കുട്ടികൾ ഒരു സിറ്റിംഗ് ഹാളിൽ വന്നിട്ട് എല്ലാവരും സൗണ്ട് കേട്ടിട്ട് എല്ലാം അറിയണം, എന്താ വീട്ടിൽ നിന്ന് മൊത്തം നടക്കുന്നതെന്ന് പഠിക്കും. അങ്ങനത്തെ കുട്ടികൾ സക്സസ്ഫുൾ ആകുന്നുണ്ട്. ചില കുട്ടികൾ ഒത്തിരി സൗണ്ട് കൊടുത്ത് വായിച്ച് ഒച്ചത്തിൽ വായിച്ചിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് സൗണ്ട് കേൾക്കണം വായിക്കുമ്പോഴേ. ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കും, കേട്ടിട്ട് പഠിക്കുന്ന കുട്ടികൾ, അത് അവരുടെ രീതിയായിരിക്കും. ചില കുട്ടികൾ ജസ്റ്റ് സൈലൻ്റ്ലി വായിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഏതാണ് അവരുടെ രീതി അവർക്ക് തന്നെ അറിയാം, ആ രീതിയിലോട്ട് പഠിക്കാം. ഒരിക്കലും പേരൻസിൻ്റെ രീതിയിലേക്ക് പഠിക്കാൻ കമ്പൽ ചെയ്യരുത്. ചിലപ്പം ചിലപ്പോൾ ഒത്തിരി ഒച്ചത്തിൽ വായിച്ച് പഠിക്കുന്ന പേരൻ്റ് ആയിരിക്കാം. മിക്ക വീട്ടിലും കേൾക്കാം, നമുക്ക് പറഞ്ഞ് ഒന്ന് ഒച്ചത്തിൽ വായിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കിട്ടും, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. അത് ആ പേരൻ്റ് പഠിക്കുന്ന രീതിയാണ്. ആ പേരൻ്റ് മോഡാലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഡിറ്ററിയാണ്, എല്ലാ കാര്യം കേട്ടിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ആ പേരൻ്റ് അങ്ങനെ വായിക്കും. പക്ഷെ അത് കുട്ടി അങ്ങനെ ആണെന്നില്ല, സാധാരണ എല്ലാ കുടുംബത്തിലും പറയുന്നതാണ് ഒച്ചത്തിൽ വായിക്കുക. അതെന്താ വെച്ചാൽ ആ പേരൻറ്റിൻ്റെ രീതിയാണത്. അത് ഈ കുട്ടിക്ക് ചിലപ്പം സക്സസ്ഫുൾ ആവില്ല. അതുകൊണ്ടാണ് പഠിക്കുന്നുണ്ട് കുട്ടി, റിസൾട്ട് വരുന്നില്ല എന്ന് വരുന്ന കാരണം എങ്ങനെയാണ് കുട്ടി പഠിക്കുന്ന രീതി ആ കുട്ടിക്ക് സൂട്ടബിൾ ആണോ, പേരൻസിൻ്റെ പ്രഷർ എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് പഠിക്കുന്ന എൻവയൺമെൻറ്റ്. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫുൾ ടൈം അടി ഉണ്ടാക്കുന്നൊരു വീടാണെങ്കിൽ ചിലപ്പോൾ കുട്ടി റൂമിൽ നിന്ന് പഠിക്കുന്നുണ്ടാവും. ഒരിക്കലും കുട്ടിക്ക് അവിടെ കോൺസെൻട്രേഷൻ കിട്ടില്ല. കാരണം പുറത്ത് പേരൻസ് അടി ഉണ്ടാക്കുകയാണ്. കുട്ടികളെ കോൺസ്റ്റൻ്റ്ലി പേടി എന്താ വെച്ചാൽ ഇവർ അടി ഉണ്ടാക്കി ഇവർ തമ്മിൽ ഇനി വല്ലതും വഴക്കായി കഴിഞ്ഞാൽ ഇവർ സെപ്പറേറ്റഡ് ആവുന്നുള്ളൊരു പേടിയാണ്. ഇപ്പോൾ അകത്തിരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കുട്ടി കോൺസെൻട്രേഷൻ പുറത്താണ്. അതേപോലെ തന്നെ പുറത്ത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് മൂവി കാണുകയാണ് പേരൻസ്, ടി വിയുടെ സൗണ്ട് കുറച്ച് ലൗഡാണ്, കുട്ടീൻ്റെ കോൺസെൻട്രേഷൻ പുറത്തായിരിക്കും. ഇരുന്ന് പഠിക്കുക കാണും, പക്ഷെ കംപ്ലീറ്റ് അവിടെ കോൺസെൻട്രേഷൻ, ആ ഡയലോഗ്സ് കേൾക്കുന്നുണ്ടാവും, പാട്ടുകൾ കേൾക്കുന്നുണ്ട്, അപ്പോൾ കുട്ടിയുടെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് പോയി. അപ്പോൾ പേരൻസ് എപ്പോഴും കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് അവർക്കൊരു നല്ലൊരു എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്ത് പേരൻസ് വർക്കിടാണ്ടിരിക്കുക. ആ ഒരു സമയത്ത് ടി വിയുടെ വോളിയൂം ഒക്കെ കുറച്ചും കൂടി റെസ്പെക്റ്റ്ഫുള്ളി കുട്ടികൾക്ക് കേൾക്കാൻ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് അവിടെ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ അവിടെ പഠിക്കുന്ന ഒരു റൂമിൽ നല്ലൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ലൈറ്റ് നല്ല പവർഫുൾ ലൈറ്റാണ്, എല്ലാം കണ്ണിന് പ്രശ്നമായിരിക്കും. നല്ല ലേണിംഗ് പറ്റുന്ന നല്ലൊരു ലൈറ്റ്. പിന്നെ റൂം ടെമ്പറേച്ചർ, ഒത്തിരി ചൂടുള്ള റൂമിൽ അല്ലെങ്കിൽ ഒത്തിരി AC ഇട്ട് തണുപ്പിച്ച റൂമിലും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. ആ ടെമ്പറേച്ചർ ഒന്ന് ബാലൻസ്ഡ് ആയിരിക്കണം. പിന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ എപ്പോഴും കുട്ടികൾക്ക് വിശക്കും. അപ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, വെള്ളം കൊടുക്കണം റെഗുലർലി പഠിക്കുമ്പോൾ. ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ശരിക്കും കൂടുതൽ പേരൻസ് എപ്പോഴും പറഞ്ഞാൽ പഠിക്കുന്ന പറയുന്നതല്ലാണ്ട് അവർക്ക് ആ അറ്റ്മോസ്ഫിയർ ഉണ്ടോ എന്ന് ആരും ശ്രദ്ധിക്കാറില്ല. ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ കുട്ടി ഓട്ടോമാറ്റിക്കലി പഠിക്കും. പിന്നെ പഠിക്കുന്ന ഒരു കോസി കോണറായിരിക്കണം. നമ്മൾ ശ്രദ്ധിച്ചില്ല, എപ്പോഴും രാവിലെ ന്യൂസ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തായിരിക്കും എന്നും പോയിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നത്. കാരണം അവിടെയാണ് നമ്മുടെ ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ആങ്കർ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം കാണും. പല ദിവസം നമ്മൾ പല സ്ഥലത്ത് മാറ്റി കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കണക്ഷൻ കിട്ടില്ല, ആ ഒരു ബ്രെയിൻ കണക്ഷൻ അവർക്ക് കിട്ടില്ല. കിട്ടണമെങ്കിൽ തന്നെ അവർ ആ ഒരു സ്ഥലത്ത് എപ്പോഴും പഠിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു കോസിനെസ്, പഠിക്കാനൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ലൈറ്റ് നന്നായിട്ട് ക്രിയേറ്റ്, ഒരു ചെറിയൊരു ലൈബ്രറി പോലെ ബുക്സൊക്കെ വെക്കാൻ അറേഞ്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സൗന്ദര്യ സംരക്ഷണത്തിൽ നമ്മൾ സ്ത്രീകൾ ഏറെ ശ്രദ്ധാലുക്കളാണ്. സൗന്ദര്യ സംരക്ഷണത്തിൽ സഹായവുമായി എത്തുന്നു അടുത്ത സെഗ്മെന്റായ മുഖശ്രീ. ഇന്ന് നമ്മൾ ചന്ദ്രലേഖയുടെ മുഖശ്രീ സെഗ്മെന്റിലൂടെ കാണാൻ പോകുന്നത് ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് ആണ്. അത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി ഷാക്ക് ബ്യൂട്ടി പാർലറിലെ അന്ന സിബിയാണ്. നമസ്കാരം ചേച്ചി. ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഡയമണ്ട് പോളിഷിംഗ് ആണ് ചെയ്യുന്നത് സ്കിന്നിന്. ഈ നമ്മളെ ഒരു ഏജ് ആകുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടിയ ഡെഡ് സ്കിൻസ് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. സാധാരണ ഫേഷ്യൽ അല്ല, അത് ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് ആണ്. അല്ലാണ്ട് ഫേഷ്യലായിട്ട് യാതൊരു സാമ്യമില്ല. ഇങ്ങനെ ഈ കുഴികള് അങ്ങനെ അതൊക്കെ മാറിക്കിട്ടും പതുക്കെ. നമ്മൾ ഏജ് കൺട്രോൾ ആവും. നല്ലൊരു ട്രീറ്റ്മെന്റാണ് ഡയമണ്ട് പോളിഷിംഗ്. ഫസ്റ്റ് സ്കിന്ന് ക്ലെൻസ് ചെയ്യുക.
ഇത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കും ചെയ്യാൻ പറ്റും? ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ട, അതായത് ഏജ് കൂടുന്ന കുറച്ച് ഏജ് ഉള്ളവർക്കാണ് ഇത് നല്ല ട്രീറ്റ്മെൻറ്റ്. ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞ ഒരു ഫേഷ്യലൊക്കെ ചെയ്യാൻ തുടങ്ങേണ്ട പ്രായം ഏതാണ്? നമ്മുടെ സ്കിന്നിന് 25 ഇയേഴ്സാണ്. അതിന് മുന്നേ ഫേഷ്യലൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങും. പിന്നെ നമ്മൾ മാരേജൊക്കെ ആകുമ്പോൾ അന്നേരം ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ചെയ്യും. 25 ഇയേഴ്സാണ് ബെസ്റ്റ്. അടുത്ത് നമ്മൾ സ്കിൻ ടോൺ അപ്ലൈ ചെയ്യണം. ഈ ഡയമണ്ട് പോളിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്രൊഡക്ട്സ് എവിടുന്ന്? ഇത് പ്രൊഡക്റ്റ് നമ്മളെ ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ല, USA പ്രോഡക്റ്റാണ്. ഇവിടെ മെഷീനും USA. നമ്മളെ ഇവിടെ ഒന്നും ഉള്ളതല്ല, ഇന്ത്യൻ മെയ്ഡല്ല. സ്കിൻ ടോൺ ചെയ്യുവാണ്. നമ്മൾ അടുത്ത ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിന്നിനെ നമ്മൾ ഒരുക്കണതാണ് സ്കിൻ ടോണിങ്. അതൊരു മെഷീൻ വെച്ചാണ് ഡയമണ്ട് പോളിഷിംഗ് ചെയ്യണത്. എന്തുകൊണ്ടാണ് ഇതിനെ ഡയമണ്ട് പോളിഷിംഗ് എന്ന് പറയുന്നത്? ഇതിൻ്റെ ഒരു പ്രത്യേകതരം മെറ്റലാണ് ഡയമണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേകതരം മെറ്റലായി ഇതിനാണ് പോളിഷിംഗ് തന്നെ. ഇതിൽ നമ്മളെ സ്കിന്നിൽ അടിഞ്ഞുകൂടിയ ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് സക്ക് ചെയ്ത് പോകും, വലിച്ചെടുക്കുകയാണ് പെട്ടെന്ന് ഔട്ടർ ലെയർ. അതുകൊണ്ടാണ് ഇത് ഡയമണ്ട് പോളിഷിംഗ് എന്ന് പറയുന്നത് തന്നെ. പെട്ടെന്ന് നമ്മളെ എത്ര നാളത്തെ ആണെങ്കിലും ഇങ്ങനെ ഏജ് ആവും തോറും സ്കിന്നിൽ ഇങ്ങനെ ഡെഡ് സ്കിൻ അടിഞ്ഞ് കിടക്കും. ഡയമണ്ട് പോളിഷിംഗ് ചെയ്യുവാണെങ്കിൽ എത്ര ഡ്യൂറേഷനിൽ ഇത് ചെയ്യണം? ശരിക്കും 8 days ആണ് പറയുന്നത്. നമുക്ക് പിന്നെ അത്രയും പറ്റിയില്ലെങ്കിൽ മാസത്തിൽ ഒന്നെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ നല്ലതായിരിക്കും. ഇത് ബ്ലഡ് തന്നെ അതിന്റെ എഫക്റ്റ് കാണുന്നുണ്ട്. ഇത് ഡെഡ് സ്കിൻ ഒക്കെ പോവുകയും ചെയ്യും. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ക്ലീനപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഇരട്ടി ഗുണമാണ്. വെറുതെ ക്ലീനപ്പ് ചെയ്ത് റേറ്റ് ഉണ്ട്. പിന്നെ അങ്ങനെ വലിയ കോസ്റ്റ്ലി അല്ല, നോർമൽ. ഇത് റിങ്കിൾസ് കുറയും. ഇങ്ങനെയുള്ള ഏജ് ആകുമ്പോഴുള്ള റിങ്കിൾസ്, ഫൈൻ ലൈൻസ് എല്ലാം നല്ലോണം റെഡ്യൂസ് ആവും. പിന്നെ കൊളാജൻ കൂടും. അപ്പോൾ ഇച്ചിരി കൂടെ യൂത്ത്ഫുൾ ആവും സ്കിന്ന് ഈ ട്രീറ്റ്മെൻറ്റിൽ. ഇനി അടുത്ത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ജെല്ല് അപ്ലൈ ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജെല്ല് തന്നെ ഒരു സീന്നെടുക്കുന്ന ഒരു തരം പ്രോഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതൊരു പൊടിയാണ്, പക്ഷെ നമ്മൾ ഐസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിടുമ്പോൾ ക്രീമി ആവും. അത് ക്രീമായി, ജെല്ലായി. കണ്ടോ? ഇതൊരു തരം കടലിൻ്റെ അടിയിൽ നിന്നുള്ളൊരു പ്ലാന്റിൽ നിന്ന് എടുക്കണതാണ്, എക്സ്ട്രാക്റ്റാണ്. നല്ല നാച്ചുറലാണ്, സ്കിന്നിന് നല്ല എഫക്റ്റീവാണ്. ഫ്രഷ് ആവും സ്കിന്ന്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവുമല്ലോ സ്കിന്നിന്. അപ്പോൾ അത് ഒത്തിരി സക്ക് ചെയ്ത് എടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഡിസ്കംഫർട്ടൊക്കെ ഇതിൽ മാറും. നല്ല ഒരു ഫ്രഷ് ഫീലായിരിക്കും. നല്ല കൂളിംഗ് ജെല്ലാണ്, നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ഇത്ര നേരം ഈ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു പെയിനൊക്കെ ഉണ്ട് അതിന്, അതൊക്കെ അങ്ങ് മാറും. പിന്നെ സ്കിന്ന് ഫ്രഷ് ആവും. പ്യൂരിഫിക്കേഷനാണ് ശരിക്കും ഈ ജെല്ല് ചെയ്യണേ സ്കിന്നിന്. അത് നമ്മൾ ഇതിൽ പോകും. അത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവും. 10 മിനിറ്റ് ഇത് ഇട്ടിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും അവർക്കെല്ലാം നല്ല കംഫർട്ടായിരിക്കും. ഇതിട്ട് ഒരു 10 minutes ആയി. ഇനി നമുക്കിത് ഗാൽവാനിക്ക് കൊടുക്കാം. ഗാൽവാനിക്കിൻ്റെ നെഗറ്റീവ് പോളിൽ. അപ്പം ശരിക്കും സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജെല്ല് നമ്മളെ ഇന്നർ ലെയറിലേക്ക് പോകും. അബ്സോർവ് ചെയ്യും ഇന്നർ ലെയറിലേക്ക്, നമ്മുടെ സ്കിന്നിന്. പോഴ്സ് ഒക്കെ അടയും. അപ്പോൾ ഇതിപ്പോൾ പോഴ്സ് ഓപ്പൺ ചെയ്ത് ഈ ജെല്ലിനെ നമ്മളെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് വിടുകയാണ് ചെയ്യണത്. പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. എത്ര സമയം ചെയ്യണം? ഇതൊരു 3-4 മിനിറ്റ് മതി, 5 minutes. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് മസാജ് കൊടുക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞു, ഇനി ജസ്റ്റ് ഒരു ലൈറ്റ് മസാജ്. ഈ മസാജ്, ഫേസ് മസാജിങ്ങിന് കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിന് പിന്നിൽ ചെയ്യേണ്ട. ഫേസ് മസാജ് ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ
ഈ എഫക്റ്റിനേക്കാൾ കൂടുതൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ മാത്രമേ മസാജ് ചെയ്യിക്കാവുള്ളൂ. നമ്മുടെ സാധാരണ ഈ ഫേസ് വാഷ് ചെയ്യുമ്പോഴും ചെയ്യുന്ന രീതികളൊക്കെ എല്ലാത്തിനും അതെ. നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ താഴോട്ട് പ്രഷർ കൊടുക്കരുത്. സ്കിൻ മസാജിന് എപ്പോഴും ശ്രദ്ധിക്കണം. എല്ലാവരും ചെയ്യുമ്പോൾ ഇങ്ങനെ താഴോട്ട് പ്രഷർ ചെയ്ത് സ്കിൻ സാഗ് ചെയ്ത്, ചിലർ ഫേഷ്യൽ ചെയ്ത് സ്കിൻ സാഗ് ചെയ്തു എന്ന് പറയുന്നില്ല. അത് മസാജ് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയ ഒരു മസാജ് മാത്രമേ നമ്മൾ സ്കിന്നിൽ ചെയ്യിക്കാവുള്ളൂ. മുകളിലേക്ക് എപ്പോഴും അതെ. നമ്മുടെ സ്കിന്നുണ്ടോ ഈ ഒരു പോർഷൻ സൈഡിലേക്ക് അങ്ങനെ ശരിക്കും ഒരു മെത്തേഡ് ഉണ്ട്. അത് അറിയാത്തവർ ചെയ്യുമ്പോഴാണ് ഈ സ്കിൻ സാഗ്. ഫേഷ്യൽ ചെയ്ത് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയും സ്കിൻ സാഗ് ആയിപ്പോയി, എനിക്ക് പ്രായം കൂടുതൽ തോന്നുന്നു ഫേഷ്യൽ ചെയ്തിട്ട് അങ്ങനെ. അപ്പോൾ അത് പറയുന്നത് അറിയില്ലാത്തവർ ചെയ്യുന്നുണ്ടാണ്. നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ സ്കിൻ മസാജ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് വേയിൽ തന്നെ ചെയ്യണം. ലൈറ്റ് മസാജാണ്. ഇനി നമുക്ക് മാസ്ക് ഇടാം. അടുത്ത സെറ്റിൽ അതിൻ്റെ ബാക്കി മാസ്ക് ഇടാം. മാസ്ക് ഇടുമ്പം പിന്നെ ഈ മാസ്കും അതുപോലെ സീവീഡ്സിൻ്റെ സീന്നെടുക്കുന്ന പ്രോഡക്റ്റ്സാണ്, എക്സ്ട്രാ പ്ലാന്റ്സിൽ നിന്നുള്ള. നല്ല സ്കിൻ നല്ല യൂത്ത്ഫുള്ളായിട്ടിരിക്കും, നല്ല സപ്പിളായിട്ടിരിക്കും, ഫ്രഷ് ആവും, ഫൈൻ ലൈൻസ് റിങ്കിൾസും ഒക്കെ മാറും, നല്ല ഫ്രഷ് ആവും സ്കിന്ന്. സാധാരണ ഫേഷ്യൽ ഇടുമ്പോൾ അങ്ങനത്തെ അല്ല, ഇത് ഫുള്ളിടുന്നതാണ്. എത്ര സമയം വെക്കണം ഇത് ഇട്ട് കഴിഞ്ഞിട്ട്? ശരിക്കും ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടൈറ്റനിങ് എഫക്റ്റ് കൂടുതലുണ്ടാവണേ. 20 മിനിറ്റ്സ്, ഒരു 40 മിനിറ്റ്സ് എങ്കിലും നമ്മളെ സ്കിന്നിൽ ഇരുന്നാൽ നല്ല എഫക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഡയമണ്ട് പോളിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഡയമണ്ട് പോളിഷിങ് കഴിഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ടില്ല. നമ്മൾ സ്കിന്നിനൊരു മോയ്സ്ചറൈസിങ് എല്ലാം ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് വെയിൽ കൊള്ളാണ്ടൊന്ന് ശ്രദ്ധിക്കണം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ തന്നെ 1 മണിക്കൂർ കൂടുതൽ ഫേസിൽ ഇരിക്കരുത്. ചിലവർ സൺസ്ക്രീനൊക്കെ ഇട്ടാൽ രാവിലെ ഇട്ടാൽ വൈകുന്നേരം വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ അത് മുഖത്തിരുന്ന് എല്ലാം കൂടി അഴുക്കും പിടിച്ച് പിന്നെ ഈ സ്കിന്ന് ഡാർക്കായിക്കൊണ്ടിരിക്കും. സൺസ്ക്രീൻ എപ്പോഴും 1 മണിക്കൂറേ യൂസ് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് അപ്ലൈ ചെയ്യണം. മാക്സിമം 2 മണിക്കൂർ കൂടുതൽ ഇരിക്കരുത്, അത് ഏത് സൺസ്ക്രീൻ ആണെങ്കിലും. ഇത് എത്ര സമയം ഇങ്ങനെ തന്നെ ഇരിക്കണം? അപ്പോൾ 20 മിനിറ്റ്സ് മിനിമം ഇരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഇരുന്നാൽ കൂടുതൽ ടൈറ്റനിങ് വേണമെന്നുള്ളവർക്ക് നമുക്കൊരു ടൈറ്റ് ആവും. നല്ല സ്കിൻ നന്നായിട്ട് വലിയത് സ്കിന്ന് ഇച്ചിരി ഡ്രൈ ആകുമ്പോഴത്തേനും ഇപ്പോൾ പെട്ടെന്ന് ഇടണം. പെട്ടെന്ന് ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് ഇടാൻ പോയാൽ പാച്ചസ് ആവും. എപ്പോഴും അത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തിടണം. ആണ് ഡ്രൈ ആയി ഇത് ഇപ്പോൾ ഓൾറെഡി. ഇട്ട് കഴിഞ്ഞിട്ട് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാക്കിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഹാഫ് ആൻ അവർ ആയി. നമുക്കിത് റിമൂവ് ചെയ്യാം. ശരിക്കും ഇത് പീൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് ജസ്റ്റ് പീൽ ചെയ്ത് കളയാം. പാക്കൊക്കെ എടുത്തു ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പുറത്തേക്ക് പോകുന്നവരാണെങ്കിൽ സൺസ്ക്രീൻ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. ഒരു 1 അവർ കഴിയുമ്പോൾ പ്ലെയിൻ വാഷ് ചെയ്യുക. ഇന്നത്തെ ദിവസം സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട, പ്ലെയിൻ വാഷ് ചെയ്ത് വിടുക. നാളെ തുടങ്ങി നിങ്ങൾ എന്ത് സോപ്പ് യൂസ് ഇത് കഴിഞ്ഞ പാടാണ് മേക്കപ്പ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ പ്രോബ്ലം ഉണ്ടാവും. പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സ്കിന്നൊന്ന് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിലേക്കൊന്നും വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, പ്ലെയിൻ വാഷ് ചെയ്യുക. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ഇപ്പോൾ ഇടാം. ഇപ്പോൾ കണ്ടോ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് സ്കിന്നിന്. ഒരു ശരിക്കും ഒരു വീക്കിലൊക്കെ ചെയ്യാം. നമുക്കത് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഒരു മന്ത്ലി വൺസ് എങ്കിലും ഒരു ഏജ് ഒരു 30 above 30 ആയവർ ഇത് മസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഓയിലി സ്കിന്നുകാർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വേണ്ട. ഡ്രൈ ആയിട്ട് ഓയിലി സ്കിന്നിന് അപ്പോൾ ഇത് കൂടുതൽ ഓയിൽ സെക്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിലേക്ക്. അപ്പോൾ അത് കൂടുതൽ പിമ്പിൾസ് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഓയിലി സ്കിന്നിന് ഇത് ചെയ്യാറില്ല. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ ഇച്ചിരി ഏജായിട്ട് ഡ്രൈ സ്കിന്ന്, ഡെഡ് സ്കിന്ന് കൂടിയത്, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറേ ഉള്ള സ്കിന്നുകാർക്കാണ് ഇത് കൂടുതൽ ബെറ്റർ.
പിന്നെ ഏജ് ലൈൻസ് കൂടുതലുള്ളവർക്കൊക്കെ നല്ല ബെറ്ററാണ് ഇത്. ഒരു 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 6 times ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും സ്കിന്ന്. മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്ത് വിടാം. സ്കിന് വിസിബിൾ ആയിട്ട് തന്നെ ഒത്തിരി മാറ്റങ്ങൾ കാണും. നല്ല വ്യത്യാസം വരും. ഇപ്പം ഒരു പ്രാവശ്യം ചെയ്തതല്ലേ ഉള്ളൂ. പ്ലെയിനായിട്ടൊന്ന് പിന്നെ സോപ്പൊന്നും യൂസ് ചെയ്യാതെ സ്കിന്നൊന്ന് പ്ലെയിൻ വാഷ് ചെയ്ത് വിടുക. ഇന്ന് അതിവേഗം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ടെക്നോളജി. ടെക്നോളജിയുടെ കാര്യത്തിൽ നിങ്ങളെ അപ്ഡേറ്റഡ് ആക്കാൻ സഹായിക്കുന്നതാണ് ചന്ദ്രലേഖയുടെ അടുത്ത സെഗ്മെന്റ്. സോപ്പ് ഉപയോഗിച്ച് കഴുകാവുന്ന ഫോണുകൾ രംഗത്ത്. ഈ സ്മാർട്ട് ഫോണിൽ പൊടി പിടിച്ചാലോ ചെളി പുരണ്ടാലോ കുഴപ്പമില്ല. സോപ്പ് ഉപയോഗിച്ച് ഫോൺ കഴുകാം. വാട്ടർ പ്രൂഫ് ഫോണുകൾ കമ്പനി ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഫോണുകൾ വിപണിയിലെത്തുന്നത്. ഏകദേശം 30,000 രൂപയാണ് ഫോണിന്റെ വില. ഇന്ത്യൻ വിപണിയിൽ ഫോൺ ലഭ്യമാകുമോ എന്ന് വ്യക്തമല്ല. ജാപ്പനീസ് കമ്പനിയായ ക്യോസറയാണ് സോപ്പ് ഉപയോഗിച്ച് കഴുകാവുന്ന ഫോണുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഡിഗ്നോ റെഫറി എന്നാണ് ഫോണിന്റെ പേര്. 1300 മിനിറ്റ് ബാറ്ററി ചാർജും മികച്ച റെസൊല്യൂഷൻ ക്യാമറയുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 5.1 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിന്റെ പ്രചരണാർത്ഥം പരസ്യചിത്രം വരെ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം.